എനിക്കൊരു നഴ്സിംഗ് വിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാനിട വന്നു. ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഉസ്താദെ, ഞാൻ എൻ്റെ സ്റ്റഡീസിലൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമൊക്കെ കടന്നു വരുന്ന സമയത്ത് ഓവർ സ്റ്റഡി പോലും ഞാൻ ചെയ്യുന്നുണ്ട്, ഉറക്കൊഴിഞ്ഞുകൊണ്ട്. പക്ഷേ എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എക്സാം ഇങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ടാവും. ഈ പറഞ്ഞ എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ പ്രയാസമാണ്, നാം പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരാതിരിക്കുക എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഠിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ എക്സാമിൽ പൊട്ടും തീർച്ചയായും. പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാ എഫേർട്ടും എടുത്തിട്ടും നമ്മളെ മനസ്സിലേക്ക് നാം പഠിച്ച കാര്യങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമല്ലേ. അപ്പം അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ ഒരു ആയത്ത് നാം എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഒരു ആയത്തുണ്ടാകുക. കാരണം പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്. അപ്പം നാം പഠിച്ചതൊക്കെ നമ്മളെ മനസ്സിലേക്ക് തന്നാൽ ഓടി വന്നോളും. ഈ ഒരു കാര്യം ചെയ്ത് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം തന്നെ പറയട്ടെ, ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. വിശ്വാസം, നമ്മൾ ഇന്നമൽ അമാലു ബിന്നിയാത്ത്, ഏതൊരു അമലിൻ്റെയും അതിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് നീയത്ത് കൊണ്ടാണ്, നമ്മുടെ കരുത്ത് കൊണ്ടാണ്. അപ്പം തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രയാസമുള്ള ആളുകളൊക്കെ ഈ ഒരു ആയത്തിനെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ അലം നശ്റഹ് സൂറത്ത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഈ ആയത്തും ആ ഒരു സൂറത്തും രണ്ടും നാം എക്സാമിൻ്റെ സമയത്ത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും എക്സാമാണ് കടന്നു വരുന്നത്, മാർച്ചൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പം മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഉപകാരമാകട്ടെ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേകിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.